ദൈവനാമത്തിന് മഹത്വമുണ്ടാകുവാനിടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ ദൂത് ഹൃദയത്തിന് വിടുതലായ ആശ്വാസമായി തീരത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി തൊടുന്ന, ദൈവം സംസാരിക്കുന്ന ആഴമേറിയ ഒരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം. അവളുടെ ഭർത്താവായ എൽക്കാന അവളോട്, ഹന്നേ, നീ എന്തിനു കരയുന്നു? എന്തിനു പട്ടിണി കിടക്കുന്നു? നീ വ്യസനിക്കുന്നത് എന്ത്? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലയോ എന്ന് പറഞ്ഞു. നമുക്ക് വളരെ സുപരിചിതമായ ഒരു തിരുവെഴുത്തിൻ്റെ ഭാഗമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനകത്തുനിന്ന് ആഴമായി വെളിപ്പെടുത്തുന്ന വചനത്തിൻ്റെ മർമ്മം ഇപ്രകാരമാകുന്നു: വാഗ്ദത്തങ്ങൾ പ്രാപിക്കാതിരിക്കുവാൻ ശ്രദ്ധയെ തിരിച്ചുവിടുന്ന ശത്രുവിൻ്റെ തന്ത്രങ്ങൾ. വാഗ്ദത്തങ്ങളെ പ്രാപിക്കാതിരിക്കുവാൻ അതിനകത്തുനിന്ന് പിന്തിരിക്കുന്ന ശത്രുവിൻ്റെ പ്ലാനുകൾ. എൽക്കാന ഹന്നയോട് ചോദിക്കുന്നു, നീ എന്തിന് കരയുന്നു? നീ എന്തിന് പട്ടിണി കിടക്കുന്നു? നീ വ്യസനിക്കുന്നത് എന്ത്? എന്തിനാണ് ഹന്ന ഇപ്രകാരം ആയിരിക്കുന്നതിൻ്റെ കാരണം? എൽക്കാനയ്ക്ക് വളരെ വ്യക്തമാ. എന്നാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നല്ലേ? ഇത്ര കരയേണ്ട കാര്യമില്ല, ഉപവസിക്കേണ്ട കാര്യമില്ല, കരയുന്ന വിഷയത്തിൽ മറുപടിയില്ല എന്നല്ലേ? വാഗ്ദത്തങ്ങളിൽ നിന്ന് അതിനകത്തുനിന്ന് പിന്തിരിക്കുക, വാഗ്ദത്തങ്ങൾ പ്രാപിക്കാതിരിക്കുക. വാഗ്ദത്തങ്ങൾ പ്രാപിക്കാൻ എന്തൊക്കെ ഹന്ന ചെയ്യുന്നു? അതിനെല്ലാം നിശ്ചലമാക്കുന്ന, മനസ്സിനെ മടുപ്പിക്കുന്ന നിലവാരത്തിൽ വാക്കുകൾ കൊണ്ട് പിന്തിരിക്കാൻ നോക്കുന്നു. അതുകൊണ്ട് വാക്കിപ്രകാരം പറയുന്നു, ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലയോ? കണ്ണുനീരൊഴുക്കി പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയത്തിൽ അല്ല നല്ലത്, ഇപ്പോഴുള്ള അവസ്ഥയല്ലേ നല്ലത്. ദൈവത്തിൻ്റെ പൈതലേ, പരിശുദ്ധാത്മാവ് ഹൃദയതലങ്ങളിലേക്ക് ദൂത് പകരുക. ഹന്ന പ്രാപിക്കാൻ നോക്കുക. ഹന്ന ദൈവസന്നിധിയിൽ നിലവിളിച്ച് കണ്ണുനീരൊഴുക്കി വാഗ്ദത്തെ പ്രാപിക്കാൻ നോക്കുമ്പോൾ അതിനെ തിരുത്തുന്ന നിലയിൽ, ആ ചിന്തകളെ തന്നെ മാറ്റിക്കളയുന്ന നിലയിൽ എൽക്കാന പറയുന്നു, ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലേ? എന്തിനാ വീണ്ടും പ്രാർത്ഥിക്കുന്നത്? എന്തിനാ വാഗ്ദത്തങ്ങളെ അന്വേഷിക്കുന്നത് എന്നല്ലേ അതിൻ്റെ അർത്ഥം? ഇത് കേട്ട് ഹന്ന പ്രാർത്ഥന നിർത്തിയില്ല. ദൈവത്തിൻ്റെ പൈതലേ, ഇപ്രകാരം വാഗ്ദത്തങ്ങളോടുള്ള ശത്രുവിൻ്റെ തന്ത്രങ്ങളുണ്ട്. ആയിരിക്കുന്ന ഇടത്തിൽ ഒതുങ്ങിപ്പോകുക, ആയിരിക്കുന്ന തലത്തിൽ കുടുങ്ങിപ്പോകുക. ദൈവം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതിലേക്ക് ചെല്ലുവാൻ സമ്മതിക്കാതെ വാക്കുകൾ കൊണ്ട്, സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചും മനസ്സിനെ തിരുത്തുന്ന, മനസ്സിനെ മടുപ്പിക്കുന്ന ശത്രുവിൻ്റെ വിലയേറിയ തന്ത്രങ്ങളെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം വ്യക്തമാക്കുക. ഇതുപോലെ തന്നെ വാഗ്ദത്തങ്ങളെ ശ്രദ്ധയിൽ നിന്ന് അതിൻ്റെ പിന്തിരിക്കുന്ന തലങ്ങൾ, എത്രയോ അനുഭവങ്ങൾ കൂടാരത്തിൽ ജീവിതത്തിൻ്റെ തലങ്ങളിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കും. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതൽ അത് കണ്ട് ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുക. യാക്കോബിനോട് ലാബാൻ പറയുന്നൊരു വാക്കുണ്ട്, എന്നോട് ദയുണ്ടെങ്കിൽ പോകരുതേ. ഉൽപ്പത്തി പുസ്തകം നമുക്ക് കാണാൻ കഴിയുന്നു. ദൈവം മടക്കി വരുത്തുമെന്നും, ദൈവം വാഗ്ദത്ത ദേശത്തേക്ക് കൂട്ടിവരുത്തുമെന്നും, വാഗ്ദത്ത ദേശത്ത് ദൈവം നിർത്തുമെന്നും യാക്കോബിനോട് ദൈവം അരുളി ചെയ്തിരിക്കുന്നു. അതിനെ തുടർന്ന് ലാബാൻ്റെ വാക്കുകൾ, എന്നോട് ദയുണ്ടെങ്കിൽ എന്നെ വിട്ടെന്തിയില്ല, പോകരുത്. ദൈവത്തിൻ്റെ പൈതലെ, ഇതുപോലെ വാഗ്ദത്തങ്ങളിലെത്തിക്കാതെ തടയുന്ന വാഗ്ദാനങ്ങളുണ്ട്, വാക്കുകളുണ്ട്, പ്രവർത്തികളുണ്ടെന്ന് പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൂത് വെളിപ്പെടുത്തുക. ദൈവം പറഞ്ഞിടത്തേക്ക് പോകരുത്.
ഇപ്പോൾ ആയിരിക്കുന്ന തലവ നല്ലത്. ഇവിടെ അങ്ങ് കൂടിക്കോ, ഇവിടെ അങ്ങ് ഒതുങ്ങിക്കോ. അതല്ലേ അതിൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹൃദയതലങ്ങളിൽ അതിശക്തമായി ദൂത് വെളിപ്പെടുത്തുക. ദൈവത്തിൻ്റെ വൈതലേ, ഇതുപോലെ ഒതുങ്ങിപ്പോകുവാൻ ഇടവരല്ല. ഇതുപോലെ വാഗ്ദത്തങ്ങൾ ദൈവം പറഞ്ഞിട്ടും കർത്താവ് വാഗ്ദാനങ്ങൾ ചെയ്തിട്ടും അത് പ്രാപിക്കുമ്പോൾ, കരയുമ്പോൾ, കണ്ണുനീരൊഴുക്കുമ്പോൾ, ദൈവസന്നിധിയിൽ മുട്ടുകുത്തുമ്പോൾ അത് വേണ്ട എന്ന് മനസ്സിനെ തളർത്തിക്കളയുന്ന, മനസ്സിനെ മടുപ്പിക്കുന്ന ശത്രുവിൻ്റെ പദ്ധതികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് ദൈവത്തിൻ്റെ ദൂത്, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ആഴമായി ഹൃദയതലങ്ങളിൽ ഏറ്റെടുക്കട്ടെ. ഇത് വിടുതലായി മാറാൻ പോകുന്നു. വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുക. ഹന്ന ഇതൊന്നും കേട്ട് അവളുടെ പ്രാർത്ഥന നിർത്തിയില്ല. പ്രാർത്ഥന നിശ്ചലമാക്കാൻ നോക്കിയപ്പോഴും അവൾ വീണ്ടും അധികമായി പ്രാർത്ഥിക്കുന്നു. ആലയത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പൈതലേ, വാഗ്ദത്തം വിലയേറിയതാ. വാഗ്ദാനം ദൈവത്തിൻ്റെ ആണെങ്കിൽ, അങ്ങനെ ഒരു ദൂതുണ്ടെങ്കിൽ, അങ്ങനെ ഒരു വാഗ്ദത്വമുണ്ടെങ്കിൽ അത് പ്രാപിക്കണം. അത് വിശ്വാസത്താൽ പ്രാപിക്കണം. അത് പ്രാർത്ഥനയിൽ ഉറ്റിരുന്ന് പ്രാപിക്കണം. ആ നിലവാരത്തിൽ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയാതെ ദൈവം എന്നോട് പറഞ്ഞതിന് ഞാൻ ഉറ്റിരിക്കും. അത് പ്രാപിക്കും. ആ നിലയിൽ ഇന്ന് പകൽ ഹൃദയത്തെ ശത്രു തിരിക്കാൻ നോക്കുമ്പോൾ വാഗ്ദത്തങ്ങൾ പ്രാപിക്കാതിരിക്കുക. ശ്രദ്ധയെ തിരിക്കുന്ന ശത്രുവിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയട്ടെ. ഇപ്പോഴുള്ള അവസ്ഥ ഇതാ നല്ലത്. വാഗ്ദത്തമല്ലെന്ന് പറയുന്ന ശബ്ദമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വൈതലേ, ഇന്ന് പകൽ അതിനെ ചെവി കൊടുക്കാതെ വീണ്ടും പ്രാർത്ഥിച്ച് ബലപ്പെട്ട് കർത്താവിന് പ്രാപിപ്പാൻ ഒരുങ്ങുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് ആഹ്വാനം ചെയ്യുന്നു. ദൂതേറ്റെടുക്കട്ടെ. കർത്താവ് സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവനദ്യമേ സ്വർഗ്ഗപിതാവേ, ഇന്ന് കേൾപ്പിച്ച ഞങ്ങളുടെ ദൂതനായി സ്തോത്രം. ജനത്തെ സഹായിക്കണം. ശത്രുവിൻ്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാതെ വാഗ്ദത്തം എത്രയുണ്ടോ കർത്താവെ, അത് പ്രാപിച്ചെടുക്കുന്ന സമയമാക്കി ദൈവം തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.